നമസ്കാരം. നമ്മുടെ ചാനലിൽ കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണിത്. കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്നീ പുസ്തകങ്ങൾ നിർബന്ധമായും കേരള ട്രഷറി കോഡിൻ്റെ പരീക്ഷയ്ക്ക് നമ്മൾ കൊണ്ടുപോകണം. ഭൂരിഭാഗം ചോദ്യങ്ങളും കേരള ട്രഷറി കോഡ് വോളിയം 1-ൽ നിന്നായിരിക്കും. TR ഫോമുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്യുക. TA ഫോമുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 റെഫർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 ചോദിച്ച കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വിശദീകരണവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും സെക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. The head of the Office of Audit and Accounts, subordinate to the Controller and Auditor General of India is. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കീഴിലുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിൻ്റെ തലവൻ. അക്കൗണ്ടൻറ്റ് ജനറലാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കീഴിലുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിൻ്റെ തലവൻ. ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടേം ചെക്ക്? ഇനി പറവയിൽ നിന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ് ചെക്ക് എന്ന പദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ ഈസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഓൾ ദ ട്രഷറീസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ്. കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ ട്രഷറികളും ട്രഷറീസ് ഡയറക്ടറുടെ ഭരണനിയന്ത്രണത്തിലായിരിക്കും. ആൻസർ ഈസ് ഡയറക്ടർ ഓഫ് ട്രഷറീസ്. All monies received with any court to the credit of any matter shall also be paid into. ഏതെങ്കിലും വിഷയത്തിൻ്റെ ക്രെഡിറ്റിലേക്ക് ഏതെങ്കിലും കോടതിയിൽ ലഭിച്ച എല്ലാ പണവും പൊതു അക്കൗണ്ടിലേക്ക് നൽകാവുന്നതാണ്. ആൻസർ ഈസ് പബ്ലിക് അക്കൗണ്ട്. ഫ്രം ദ ഫോളോയിങ് വിച്ച് ടേം ഓഫ് പേയ്മെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ റെസീപ്റ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ? ഇനി പറയുന്നവയിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ സ്വീകരിക്കലിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ചെലവിലേക്ക് നേരിട്ട് വിനിയോഗിക്കുന്നതിൽ സ്റ്റാമ്പ് വെണ്ടർമാർക്ക് കിഴിവ്, ഡിസ്കൗണ്ട് ടു സ്റ്റാമ്പ് വെണ്ടേഴ്സ് എന്ന പേയ്മെൻറ്റ് ഇനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൂ മേ പെർമിറ്റ് വിത്ഡ്രോവൽ ഫോർ എനി പർപ്പസ്? ഏതെങ്കിലും ആവശ്യത്തിനായി പിൻവലിക്കാൻ അക്കൗണ്ടൻറ്റ് ജനറലാണ് അനുമതി നൽകുക. ആൻസർ ഈസ് അക്കൗണ്ടൻറ്റ് ജനറൽ. ഫോം TR1 റിലേറ്റഡ് വിത്ത്. TR1 ഫോമുകളെക്കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്ത് ഇൻഡെക്സ് നോക്കി വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലെത്താവുന്നതാണ്. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഉത്തരമായി വരുന്നത് ചാർജുകൾ കൈമാറ്റം ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്ലെയിം റിലേറ്റഡ് വിത്ത് സാലറീസ് ഫോർ പേയ്മെൻറ്റ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്? അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ പേയ്മെൻറ്റിനുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട ക്ലെയിം ഇനി പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സർക്കാർ സർവീസിൽ പുതുതായി നിയമിതനായ ഒരു വ്യക്തിയുടെ ശമ്പളം. ദ ഫോം ഓഫ് സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് ഈസ്. മാതൃക ഒപ്പ് കാർഡിൻ്റെ ഫോം ഇതാണ്. TR ഫോമുകളെക്കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് TR74A. All adjustment against the balance of the state by debit or credit to another government shall be made through. മറ്റൊരു ഗവൺമെൻറ്റിനെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് വഴി സംസ്ഥാനത്തിൻ്റെ ബാലൻസിനെതിരായ എല്ലാ ക്രമീകരണങ്ങളും ഇനി പറയുന്ന ഏതിലൂടെയാണ് നടത്തുന്നത്? ഉത്തരം സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. Who will authorize payment of any claim against another state when the treasury officer receive or authorize the bank to receive money tendered on behalf of another state?
മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടി ടെൻഡർ ചെയ്ത പണം ട്രഷറി ഓഫീസർ സ്വീകരിക്കുകയോ സ്വീകരിക്കുന്നതിന് ബാങ്കിനെ അധികാരപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തിനെതിരെയുള്ള ഏതെങ്കിലും ക്ലെയിം അടയ്ക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറലാണ് അധികാരം നൽകുക. ആൻസർ ഈസ് അക്കൗണ്ടന്റ് ജനറൽ. The responsibility for the proper functioning of treasuries rests with. ട്രഷറികളുടെ ശരിയായ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം ട്രഷറീസ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ആൻസർ ഈസ് ഡയറക്ടർ ഓഫ് ട്രഷറീസ്. The word treasury irregularity means. ട്രഷറി ക്രമക്കേട് എന്ന വാക്കിൻ്റെ അർത്ഥം ഏതെങ്കിലും ട്രഷറി നടത്തുന്ന ക്രമക്കേട് അക്കൗണ്ടന്റ് ജനറൽ ശ്രദ്ധിക്കുകയും ട്രഷറി ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുമ്പോൾ. The treasury officer is responsible for keeping the accounts of the treasury strictly in accordance with the directions contained in. ട്രഷറിയുടെ കണക്കുകൾ കേരള അക്കൗണ്ടന്റ് കോഡ് അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി കർശനമായി സൂക്ഷിക്കാൻ ട്രഷറി ഓഫീസർ ബാധ്യസ്ഥനാണ്. കേരള അക്കൗണ്ട് കോഡ് റെഫർ ചെയ്താൽ ഉത്തരം കിട്ടാവുന്നതാണ്. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം ഇല്ല. The treasury officer shall verify the cash under his custody dash periods. ട്രഷറി ഓഫീസർ തൻ്റെ കസ്റ്റഡിയിലുള്ള പണം എല്ലാ മാസത്തിലും ഒരിക്കൽ പരിശോധിക്കേണ്ടതാണ്. Answer is once in every month. The treasury officer shall verify the deposit register at least. ട്രഷറി ഓഫീസർ നിക്ഷേപ രജിസ്റ്റർ 3 മാസത്തിലൊരിക്കലെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ആൻസർ അറ്റ്ലീസ്റ്റ് വൺസ് എ ക്വാർട്ടർ. The officer responsible for handling the money at a treasury is. ഒരു ട്രഷറിയിൽ പണം കൈകാര്യം ചെയ്യുന്നതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ചീഫ് ട്രഷറർ ആണ്. The term നോട്ടം റിലേറ്റഡ് വിത്ത് ഡാഷ് സബ്ജക്റ്റ്. നോട്ടം എന്ന പദം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തി. The responsible person for handling the money ആണ് നോട്ടം എന്ന ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. If the sub-treasury officer present at headquarters for a period of 7 days or more at a time, he shall prove the balance in the treasury dash during that period. സബ്-ട്രഷറി ഓഫീസർ ഒരു സമയത്ത് 7 ദിവസമോ അതിൽ കൂടുതലോ ആസ്ഥാനത്ത് ഹാജരായാൽ ആ കാലയളവിലെ ട്രഷറിയിലെ ബാലൻസ് ഓരോ 7 ദിവസത്തിലും ഒരിക്കൽ അയാൾ തെളിയിക്കണം. once in every 7 days. In a non-banking sub-treasury, the district treasury officer shall verify the cash balance without prior notice in a duration of dash period. നോൺ-ബാങ്കിംഗ് സബ് ട്രഷറിയിൽ ജില്ലാ ട്രഷറി ഓഫീസർ മുൻകൂർ അറിയിപ്പ് കൂടാതെ മാസത്തിലൊരിക്കൽ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ടതാണ്. ആൻസർ വൺസ് ഇൻ എ മന്ത്. The inspection of sub-treasuries arranged by the Director of Treasuries at a duration of. ട്രഷറികളുടെ ഡയറക്ടർ 2 വർഷത്തിലൊരിക്കൽ സബ് ട്രഷറികളുടെ പരിശോധന ക്രമീകരിക്കും. ആൻസർ once in 2 years. The district treasury officer shall conduct inspection of all sub-treasuries in the district at least dash in an year without notice. ജില്ലാ ട്രഷറി ഓഫീസർ ഒരു വർഷത്തിലൊരിക്കൽ ജില്ലയിലെ എല്ലാ സബ് ട്രഷറികളിലും ഒരു അറിയിപ്പും കൂടാതെ പരിശോധന നടത്തേണ്ടതാണ്. ആൻസർ വൺസ് ഇൻ ആൻ ഇയർ. Each receipt and payment shall be posted in the cash book at. ഓരോ റെസിപ്റ്റും പേയ്മെൻറ്റും ക്യാഷ് ബുക്കിൽ അവ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സമയത്തും തീയതിയിലും പോസ്റ്റ് ചെയ്യേണ്ടതാണ്. If the treasury officer owing to the volume of sub-treasury transactions find it difficult to scrutinize each and every sub-treasury voucher, a percentage check not less than dash percentage being affected by him. സബ് ട്രഷറി ഇടപാടുകളുടെ അളവ് കാരണം
ട്രഷറി ഓഫീസർക്ക് ഓരോ സബ് ട്രഷറി വൗച്ചറും സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ 20% കുറയാത്ത പരിശോധന അദ്ദേഹം നടപ്പിലാക്കുന്നു. The monthly accounts of non-banking sub-treasury should be closed at. നോൺ-ബാങ്കിംഗ് സബ് ട്രഷറിയുടെ പ്രതിമാസ അക്കൗണ്ടുകൾ ഓരോ മാസത്തെയും അവസാന പ്രവൃത്തി ദിവസം ക്ലോസ് ചെയ്യണം. റിലേറ്റഡ് വിത്ത് ട്രഷറി ഡിപ്പാർട്ട്മെന്റ്, ദ ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി ഈസ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ്. ട്രഷറി വകുപ്പുകളുടെ ബന്ധപ്പെട്ട ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി ട്രഷറീസ് ഡയറക്ടറുടെ പേരിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു. ആൻസർ, ഡയറക്ടർ ഓഫ് ട്രഷറീസ്. When there is an increase in the number of posts in any of the category related with fidelity guarantee insurance policy related with treasuries, the fact shall be intimated to the state insurance department days of the date of appointment to the post. ട്രഷറിയുമായി ബന്ധപ്പെട്ട ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിലെ തസ്തികകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ ആ തസ്തികയിലേക്കുള്ള നിയമന തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ വസ്തുത സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. ആൻസർ, വിത്തിൻ 15 days. ദ ഫോം ഓഫ് ക്യാഷ് ബുക്ക് യൂസ്ഡ് ഇൻ എ ട്രഷറി ഈസ് ഇൻ ഡാഷ് ഫോം. TR ഫോമിനെ കുറിച്ചാണ് ചോദ്യം. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ്. ആൻസർ, TR 7A. ദ രജിസ്റ്റർ ഓഫ് അൺഡിസ്ബേഴ്സ്ഡ് പേ ഈസ് ഇൻ ഫോം. നൽകാത്ത ശമ്പളത്തിൻ്റെ രജിസ്റ്റർ ഉള്ള ഫോം ഏതാണ്? കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരം കിട്ടാവുന്നതാണ്. ആൻസർ, TR 22. A government servant who receives any money on behalf of government shall give the payer of receipt in dash form. ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും പണം സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പണമടയ്ക്കുന്നയാൾക്ക് TR 5 ഫോമിൽ ഒരു രസീത് നൽകും. കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ്. ഫോം TR 6 ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ്. ഫോം TR 6 ഒരു ചെക്ക് ലഭിക്കുമ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ഓൺലി ഓൺ റെസിപ്റ്റ് ഓഫ് റിക്വസിഷൻ ഫ്രം ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ amount required for immediate disbursement shall it will not be necessary to credit the amount again to government account. The amount shall be credited to dash account. ചാരിറ്റബിൾ എൻഡോമെൻറ്റിൻ്റെ ട്രഷറർ ഉടനടി വിതരണത്തിന് ആവശ്യമായ തുകയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർമാരിൽ നിന്ന് അഭ്യർത്ഥന ലഭിച്ചാൽ മാത്രം തുക വീണ്ടും സർക്കാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തുക ട്രഷററുടെ വ്യക്തിഗത നിക്ഷേപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ആൻസർ, പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ദ ട്രഷറർ. amount required for payment of scholarship will be paid in advance in dash installments. സ്കോളർഷിപ്പ് അടയ്ക്കുന്നതിന് ആവശ്യമായ തുക മുൻകൂറായി 2 തവണകളായി ഗഡുക്കളായി നൽകും. ആൻസർ, 2 installments. In case of original receipt granted for money received has been lost, further action is. ലഭിച്ച പണത്തിന് അനുവദിച്ച യഥാർത്ഥ രസീത് നഷ്ടപ്പെട്ടാൽ നിശ്ചിത ഫീസ് ഈടാക്കിയ ശേഷം പണം അയച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുക. ആൻസർ, ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ആഫ്റ്റർ ചാർജിങ് പ്രിസ്ക്രൈബഡ് ഫീ. എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ മെമ്മോറാൻഡം സബ്മിറ്റഡ് ഫോർ every payment into treasuries containing all particulars of remittance is called. ട്രഷറികളിലേക്ക് പണമടയ്ക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ മെമ്മോറാൻഡം സമർപ്പിക്കുന്നത് ചലാൻ എന്ന് വിളിക്കുന്നു. ആൻസർ, ചലാൻ. ദ ഫോം ഓഫ് ചലാൻ ഈസ്. ചലാൻ്റെ ഫോം TR 12 ആണ്. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് നോക്കി ഉത്തരം ലഭിക്കുന്നതാണ്. When a payment to the government is to be credited partly to one head of account
and partly to another the challan to be presented is. ഗവൺമെൻറ്റിലേക്കുള്ള പേയ്മെൻറ്റ് ഭാഗികമായി ഒരു അക്കൗണ്ടിലേക്കും ഭാഗികമായി മറ്റൊരു അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ സമർപ്പിക്കേണ്ട ചലാൻ ഓരോ അക്കൗണ്ടിനും പ്രത്യേക ചലാനായി സമർപ്പിക്കേണ്ടതാണ്. ആൻസർ സെപ്പറേറ്റ് ചലാൻ ഫോർ ഈച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്. The original copy of challan after accepting the remittance by treasury or bank is issued to whom? അയച്ച തുക സ്വീകരിച്ചതിന് ശേഷമുള്ള ചലാൻ്റെ യഥാർത്ഥ പകർപ്പ് ട്രഷറി ഓർ ബാങ്ക് പണമടയ്ക്കുന്ന വ്യക്തിക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടു ദ റെമിറ്റർ. ദ റെമിറ്റൻസ് രജിസ്റ്റർ വിച്ച് വാസ് മെയിൻറ്റെയിൻഡ് അറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഇൻ ഡാഷ് ഫോം. നൗ നോട്ട് ഇൻക്ലൂഡ് ഇൻ KTC വോളിയം 2 എന്ന് നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന പണമടയ്ക്കൽ രജിസ്റ്റർ TR 15 ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. The challans relating to each subsidiary register shall be numbered in a dash consecutive series. ഓരോ സബ്സിഡിയറി രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ചലാനുകൾ പ്രതിമാസ ശ്രേണിയിൽ അക്കമിട്ടിരിക്കും. ആൻസർ മന്ത്ലി. സെൻട്രൽ ട്രഷറി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. സെൻട്രൽ ട്രഷറി എന്നാൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ട്രഷറി അല്ലെങ്കിൽ സബ് ട്രഷറി ഒരു സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ട്രഷറി അല്ലെങ്കിൽ സബ് ട്രഷറി അല്ല. ദ ട്രഷറി ഓർ സബ് ട്രഷറി നോട്ട് ബീയിങ് എ ട്രഷറി ഓർ സബ് ട്രഷറി അണ്ടർ ദ കൺട്രോൾ ഓഫ് എ സ്റ്റേറ്റ്. Earns money deposit made by intending tenders of the forest department should be credited as. വനം വകുപ്പിൻ്റെ ടെൻഡറുകൾ വഴി നടത്തുന്ന സമ്പാദ്യമായ പണം ഇപ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. ആൻസർ റവന്യൂ നിക്ഷേപം. ദ ടേം അനാമത്ത് റിലേറ്റഡ് വിത്ത്. അനാമത്ത് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ആൻസർ ട്രഷറി ഇടപാടിനായി തുറക്കാത്തപ്പോൾ സ്വീകരിച്ച ഒരു വില്ലേജ് റെമിറ്റൻസ്. ദ രജിസ്റ്റർ ഓഫ് അനാമത്ത് ബാലൻസ് ഈസ് ഇൻ ഡാഷ് ഫോം. അനാമത്ത് ബാലൻസിൻ്റെ രജിസ്റ്റർ TR 19 ഫോമിലാണ്. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് നോക്കി ഉത്തരം കണ്ടെത്താവുന്നതാണ്. രജിസ്റ്റർ ഓഫ് കൺസോളിഡേറ്റഡ് റെസിപ്റ്റ് കം ഷെഡ്യൂൾ ഫോർ ഫോറസ്റ്റ് ക്യാഷ് റെമിറ്റൻസ് ഈസ് ഇൻ ഫോം. ഫോറസ്റ്റ് ക്യാഷ് റെമിറ്റൻസിനായുള്ള ഏകീകൃത രസീതിൻ്റെ കം ഷെഡ്യൂൾഡിൻ്റെ രജിസ്റ്റർ TA 11 ഫോമിലാണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഇൻഡെക്സ് നോക്കി ഉത്തരം കണ്ടെത്താവുന്നതാണ്. രജിസ്റ്റർ ഓഫ് റെസിപ്റ്റ് ഈസ് ഇൻ ഫോം നമ്പർ. രസീതിൻ്റെ രജിസ്റ്റർ TA 1 ഫോം നമ്പറിലാണ്. When the fees of a number of candidates for the government examination are paid into the treasury in lump, the receipt shall be given in. ഒരു സർക്കാർ പരീക്ഷയ്ക്കുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുടെ ഫീസ് ട്രഷറിയിൽ ഒറ്റത്തവണയായി അടയ്ക്കുമ്പോൾ രസീത് മൊത്തത്തിൽ ഒറ്റ രസീതായാണ് നൽകുന്നത്. ആൻസർ എ സിംഗിൾ റെസിപ്റ്റ് ഫോർ ദ ലംസം ആസ് എ വോൾ. The contents of the currency chest of treasury is the property of. ട്രഷറിയുടെ കറൻസി ചെസ്റ്റിലെ ഉള്ളടക്കം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വത്താണ്. Every strong room of treasury should be inspected by the executive engineer PWD. ട്രഷറിയിലെ എല്ലാ സ്ട്രോങ് റൂമുകളും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഷം തോറും പരിശോധിക്കണം. ആൻസർ ആനുവലി. ദ രജിസ്റ്റർ ഓഫ് കറൻസി ചെസ്റ്റ് സ്ലിപ്പ് ഈസ്. കറൻസി ചെസ്റ്റ് സ്ലിപ്പിൻ്റെ രജിസ്റ്റർ TR 38 ആണ്. കേരള ട്രഷറി കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ്. 2024 ജൂലൈയിൽ നടന്ന കേരള ട്രഷറി കോഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ബാക്കി 50 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.